താൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ അടുക്ക് അല്ലെങ്കിൽ താൻ ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിലെത്താൻ സമ്മതിച്ചുകൂടെ? അതൊരു കാലാനുസൃതമായ മാറ്റമല്ലേ? ഇതല്ലേ പല ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം? അങ്ങനെ അല്ല മുത്തുമണി. കാരണം പല ഭാഗത്തു നിന്നും മുത്തുമണി കേൾക്കുന്നത് ഒറ്റപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് അത് അവിശ്വാസികളുടെ വാക്കുകളാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന 1.5 കോടി വരുന്ന കേരളത്തിലെ സ്ത്രീകളിൽ ഭൂരിഭാഗത്തിന്റെ ആവശ്യത്തിന് എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്? ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ആചാരങ്ങൾ പാലിച്ചു വരുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും ആചാരം അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണല്ലോ മാഡം പറയുന്നത്. ഒരു മാറ്റം അനിവാര്യമല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ 1-2 ലിവിങ് എക്സാമ്പിൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഹാജി അലി ദർഗയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത്, ശനീശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനം, അതിനൊക്കെ മുന്നോടിയായി വന്നിട്ടുള്ളത് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കോടതി വിധികളുമാണ്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അപ്ഡേറ്റഡ് ആവാൻ, റീവാംഡ് ആവാൻ വരുന്നതിൽ നമുക്ക് എന്തിനാണ് നമ്മളൊരു തടസ്സം നിൽക്കേണ്ടത്? എന്തിനാണ്? ഈ 2 കേസും ശബരിമല കേസുമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുത്താൻ പാടില്ല. കാരണം അവിടെയൊക്കെ വിശ്വാസികളാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് പോയത്. ഇവിടെ ബർക്കാദത്തിൻ്റെ ഒരു ലേഖനം ശബരിമലയെക്കുറിച്ച് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യങ് ലോയേഴ്സ് അസോസിയേഷൻ ആണ് ഈ കേസുമായിട്ട് പോകുന്നത്. 5 സ്ത്രീകളാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് പോകുന്നത്. പക്ഷേ 3 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് ആ സ്ത്രീകൾ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടു. അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു. പ്രേരണകുമാരി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞതാണ്, ഇത് ശബരിമലയുടെ വിശ്വാസത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ധരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തത്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഒരു ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഭൂരിഭാഗം വരുന്ന കേരളത്തിലെ സ്ത്രീകൾ ഇത് അംഗീകരിക്കുന്നുണ്ടെന്നാണെന്നും അതിനെ അവർ എതിർക്കുന്നില്ല എന്ന് മനസ്സിലായിട്ട് നിരുപാധികം ഞങ്ങൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് വിഡ്രോവൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മറ്റിടത്തെ കേസുകൾ അങ്ങനെയല്ല. അതായത് അവിടെ വിശ്വാസ സമൂഹം ആവശ്യപ്പെടുകയാണ്, ഇവിടെ എന്താണ് വിശ്വാസ സമൂഹം മറിച്ച് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒപ്പീനിയൻ കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടങ്ങളുണ്ടല്ലോ. ഏകദേശം 3 വർഷക്കാലത്തിന് മേലെ ഈ കേസ് ഈ പെറ്റീഷൻ പോയിട്ടുള്ളത്. അതിനുശേഷം 2006 ഈ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നു. 2016 വീണ്ടും ഇത് ഹിയറിംഗിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നിരവധി ആൾക്കാർ ഇതിൽ ഡിഫെൻഡിങ് ആയിട്ടും ഇന്റർവീനേഴ്സ് ആയിട്ടും കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് സുപ്രീം കോടതിയുടെ അതിനെ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അത് ശരിയായില്ല എന്ന് പറയുന്നത് അവിടെയാണ്. ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ 2006 തന്നെ അന്നത്തെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. 2006 കൊടുത്ത സത്യവാങ്മൂലത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് സർക്കാർ അംഗീകരിക്കുന്നു എന്ന രീതിയിലുള്ള സത്യവാങ്മൂലമാണ് 2006 സുപ്രീം കോടതിയിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഫയൽ ചെയ്തത്. അതിനുശേഷം 2016 ആകുന്ന സമയത്തേക്കും നമുക്കറിയാം അടുത്ത LDF സർക്കാരിൻ്റെ കാലം കഴിഞ്ഞു, അടുത്ത UDF സർക്കാർ വരുന്നു. UDF സർക്കാർ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 2ാമത്തെ സത്യവാങ്മൂലം കൊടുക്കുന്നു, സ്ത്രീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് 2ാമത്തെ സർക്കാർ കൊടുക്കുന്നത്. വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞു, വീണ്ടും LDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആ സമയത്ത് വീണ്ടും കൊടുക്കുന്ന സത്യവാങ്മൂലം ഈ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ്. അപ്പോൾ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പം മുത്തുമണി ചോദിച്ചല്ലോ ഇത്രയും കാലമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഉയർത്തി കാണിച്ചില്ലേ എന്ന്. അതിനകത്ത് 5 ജഡ്ജിമാരുടെ പാനലിൽ ഒരു വനിതാ ജഡ്ജി ഉണ്ടായിരുന്നു, ഇന്ദു മൽഹോത്ര മാത്രമാണ്. അവരെ മാത്രമാണ് യുവതികളുടെ വികാരത്തിനെ കണക്കിലെടുത്തത്, അവർക്ക് മാത്രമാണ് ഈ വികാരത്തെ മനസ്സിലായത്. ബാക്കിയുള്ളവരൊക്കെ ആയിക്കോട്ടെ, വിശ്വാസത്തിന്റെ പുറത്ത് കോടതികളുടെ ഇടപെടൽ വേണ്ട, അത് തന്നെയാണ് ഞങ്ങൾക്കും പറഞ്ഞത്. ഇതൊരു വിശ്വാസമാണ്, അതൊരു ആചാരമാണ്. കാലാനുവർത്തിയായിട്ട് ഇത്തരത്തിലുള്ള ആചാരം ഇവിടെ നിലനിന്ന് വരുന്ന സമയത്ത് അതിൽ ഭൂരിഭാഗം വരുന്ന വിശ്വാസികൾ ഞങ്ങൾക്കത് അങ്ങനെ തന്നെ പോകുന്നതിനാണ് താല്പര്യമെന്ന് പറയുമ്പോൾ അവരുടെ ആ താല്പര്യത്തിന് ആയിരുന്നില്ലേ ഇവിടുത്തെ സർക്കാർ കണക്കിലെടുക്കേണ്ടിയിരുന്നത്? 1990കളുടെ തുടക്കത്തിൽ, എനിക്ക് കറക്റ്റ് ഡേറ്റും കേസും ഓർമ്മയില്ല, ആ ഒരു ഡിസിഷനോട് കൂടിയാണ് കമ്പൽസറി ബാൻ വന്നിട്ടുള്ളത്. അതിനു മുമ്പുള്ള പല ഘട്ടങ്ങളിലും സ്ത്രീകൾ ചെന്നിരുന്നതായിട്ടും അവിടെ സ്ത്രീകൾ പോയിട്ടുള്ളതായിട്ടുള്ള ചിത്രങ്ങളും ഇൻഫർമേഷൻസും പല പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ആചാരം പിന്നീട് ഒരു 90കളുടെ തുടക്കത്തിൽ ഇല്ലാതായി പോയത് എങ്ങനെയാണ്?
അത് അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ആ ഒരു ആചാരത്തിലേക്ക് തിരികെ പോകുന്നതിൽ കുഴപ്പമുണ്ടോ? അല്ല മുത്തു, അതിനകത്തൊരു പ്രശ്നമുള്ളത് അത് അന്ന് തുടർന്ന് വന്നിരുന്ന ഒരു ആചാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ട്രെയിനിൽ എത്രയോ ആൾക്കാർ കള്ള ടിക്കറ്റ് എടുത്ത് കയറാറുണ്ട്. അങ്ങനെ പോകുന്നവരിൽ എല്ലാവരും ഒന്നും പിടിക്കപ്പെടാറില്ല. അങ്ങനെ പലരും പോയിട്ടുണ്ട് എന്നതുകൊണ്ട് അത് മുഴുവൻ ലെജിറ്റിമേറ്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെയുള്ള ഒരു വാദമാണിത്. പ്രമുഖരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് തിരുവിതാംകൂർ മഹാറാണി അവിടെ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. അവിടെ കയറി നിൽക്കുന്നതിന് അതിന് വലിയ തെളിവൊന്നുമില്ല, പമ്പ വരെ പോയിട്ടുണ്ടാകും, അത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിഷയമാണെന്ന് പറയുന്നു. പിന്നെ വേറൊരു അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ മടിയിലിരുത്തി ചോറ്, അത് ഒരു പക്ഷേ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. തെറ്റായ രീതിയിൽ ആചാര ലംഘനമാണ് ആ സമയത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആചാര ലംഘനം നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ആചാര ലംഘനം തുടരണം എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആചാര ലംഘനമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഞാൻ നല്ല അയ്യപ്പ ഭക്തനാണ്. ഞാനൊരു 5 പ്രാവശ്യമെങ്കിലും ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇനി പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പോവുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മുന്നിൽ ആണും പെണ്ണുമില്ല. അപ്പം ദൈവത്തെ വിശ്വസിക്കുന്നവരെയാണ് ദൈവവിശ്വാസികളാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഒരാളാണ്. സ്ത്രീക്കും പുരുഷനും ശുദ്ധിക്കും അശുദ്ധിക്കും ഒക്കെ മുകളിലുള്ള ഒരാളാണ് ദൈവം. അപ്പോൾ ദൈവത്തിന് ശുദ്ധിയുണ്ട്, അത് സ്ത്രീ വന്നു കഴിഞ്ഞാൽ ശുദ്ധി ഉണ്ടാവില്ല എന്ന് പറയുന്ന വൃത്തികേടുകളുടെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യാനിടയാകുന്നതിൽ സന്തോഷമുണ്ട്.